എം.ടി. വാസുദേവൻ നായരുമായി ബന്ധത്തിൻ്റെ ആഴങ്ങൾ പരിശോധിക്കാൻ ഇപ്പോൾ ഞാൻ അനുവദിക്കുന്നില്ല. 64 മുതൽ കോഴിക്കോട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, വിദ്യാർത്ഥി പ്രവർത്തനം നടത്തുന്ന ഒരാളായിരുന്നു ഞാൻ. അന്ന് ഒരു കൗതുകമായിരുന്നു എം.ടി. എന്നത്. അദ്ദേഹത്തിൻ്റെ നോവലുകളാണ് എൻ്റെ നോവൽ വായനയിലെ ആദ്യത്തെ ഭാഗം. പിന്നീടാണ് നോവൽ വായനയിലെ അർത്ഥതലങ്ങൾ എങ്ങനെയായിരിക്കണം, ആർദ്രമായ വാക്കുകളിലൂടെ മനുഷ്യൻ്റെ ഹൃദയവേദന ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി അതൊരു സ്വന്തം ഹൃദയവേദനയായി വ്യാഖ്യാനിച്ച് അനുവാചകനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഉയർത്തുന്ന ഒരു അസാധാരണമായ എഴുത്തു ശൈലിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു ബന്ധം ഔപചാരികമായി ഔദ്യോഗികമായി പറയാനുണ്ടെങ്കിൽ ഉള്ളത്. അപ്പോൾ ഞാനൊരു ആരാധകനും അദ്ദേഹം ഒരു മഹാമനുഷ്യനുമാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ബന്ധം, സൗഹൃദം എന്ന് പറയുന്നത് പ്രയോഗിക്കാൻ കഴിയുന്ന ഉചിതമായ വാക്കാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു ആരാധകനാണ്. കോഴിക്കോട്ട് അദ്ദേഹം ജനിച്ചില്ല, ഞാനും ജനിച്ചില്ല. പക്ഷേ കോഴിക്കോട്ടുകാരനായി ജീവിച്ച് കോഴിക്കോടൻ വിചാരവികാരങ്ങളെ മലയാളി മനസ്സിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു വലിയ യത്നം, ഇടപെടൽ അദ്ദേഹം തൻ്റെ രചനകളിലൂടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഗ്രാമീണ ജീവിതത്തിൻ്റെ കാഴ്ചകളാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ പ്രധാനപ്പെട്ട ഭാഗം. ഒരു വിമർശകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അഭിപ്രായം പറയേണ്ടിടത്ത് മാത്രം അഭിപ്രായം പറയുകയും ചെയ്യുന്ന മിതഭാഷിണിയായ ഒരു വിമർശകനായിരുന്നു അദ്ദേഹം. മിതഭാഷയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വീഴുന്ന ഓരോ വാക്കിനും ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ കരുത്തും വ്യാപ്തിയുമുണ്ട് എന്ന് കേരളം പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ്. ഇനി ആരിൽ നിന്നാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക എന്നതാണ് നമുക്ക് അന്വേഷിക്കാനുള്ളത്. അവിടെ നോക്കുമ്പോൾ മുമ്പിൽ ഇപ്പോൾ ശൂന്യത മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാളത്തിനുള്ള നഷ്ടമാണ്, മലയാളക്കരയുടെ നഷ്ടമാണ്. മലയാളക്കര ദുഃഖിക്കുന്നതോടൊപ്പം എനിക്ക് തോന്നുന്നത്, അത് ആശുപത്രിയിൽ അദ്ദേഹം അത്യാസന്ന നിലയിൽ കിടക്കുന്നു എന്ന് വന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതാണ്, എനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന്. ആ പ്രതീക്ഷ 4 നാൾക്ക് മാത്രമേ നിലനിൽപ്പുണ്ടായുള്ളൂ എന്നതിലുള്ളൊരു ദുഃഖം എനിക്കുണ്ട്. തിരിച്ചു വരുമെന്ന ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. എനിക്ക് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു എം.ടി. മരിക്കില്ല എന്ന്. ഇപ്പോൾ ഒരുപക്ഷെ അതിനെ വ്യാഖ്യാനിച്ചാൽ എം.ടി. മരിക്കുന്നില്ല, എം.ടിയുടെ ഭൗതിക ദേഹം മാത്രമേ നമ്മളിൽ നിന്ന് ഇല്ലാതാകുന്നുള്ളൂ എന്നതാണ്. ആ ഒരു ചെറിയൊരു നേരിയൊരു സങ്കടം എനിക്കുമുണ്ട് എന്ന് പറയാനും.